എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 42 എന്ന് ആരംഭിക്കുന്നു. ആ മാലാകാരന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഭഗവത് ഭക്തിയും നൽകി അനുഗ്രഹിച്ചു കൊടുത്തു. പിന്നെ ഭഗവാൻ ജ്യേഷ്ഠനോടുകൂടി ജനങ്ങളാ സ്തുതിക്കപ്പെട്ടുകൊണ്ട് ആ രാജവീഥിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് സൈരന്ധ്രി കംസനും ഭാര്യമാർക്കും കുറുക്കൂട്ട് കൊണ്ടുപോകുമായിരുന്നു. ജന്മനാ 3 വളവുകളോടുകൂടിയ അവളങ്ങനെ നടന്നു വരണത് ഭഗവാൻ കണ്ടു. പൂർവ്വ പുണ്യമുണ്ട് അവൾക്ക്, അതുകൊണ്ട് അനുഗ്രഹിക്കണം എന്ന് തീരുമാനിച്ചു. അടുത്തെത്തിയപ്പോ ഭഗവാൻ അവളോട് ചോദിച്ചു, ഹേ സുന്ദരി, ഈ നല്ല കളഭം ഞങ്ങൾക്ക് തരുമോ? തിരിഞ്ഞു സുന്ദരി എന്നുള്ള വിളി കേട്ടപ്പോ തിരിഞ്ഞു നോക്കിയോ, ഇതേവരെ ആരും അവളെ സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. കൂനി കൂനി എന്നാ വിളിച്ചിരിക്കണത്. തിരിഞ്ഞു നോക്കിയ അവള് ഭഗവാനെ കണ്ടു. കന്ദർപ്പ സുന്ദരനായ അതിസുന്ദര സ്വരൂപനായിട്ടുള്ള ആ ഭഗവാന്റെ ആ സൗന്ദര്യ സംഭാഷണങ്ങള് അതങ്ങോട്ട് കേട്ടില്ലേ, ആനന്ദം കൊണ്ട് അവൾക്ക് എന്താ വേണ്ടതെന്ന് ഇഷ്ടമില്ലാണ്ട് ആ ഭാഗ്യവതി തന്റെ കൈകൊണ്ട് തന്നെ രാമകൃഷ്ണന്മാരെ കളഭം ചാർത്തി. നിങ്ങൾക്കല്ലെങ്കിൽ പിന്നെ ആർക്കാ ഈ കളഭം പറഞ്ഞിട്ട് സന്തോഷത്തോടെ കളഭം ചാർത്തി കൊടുത്തു. അങ്ങനെ സർവേശ്വരനായ ഭഗവാൻ സന്തോഷിച്ച് അവളെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുകയാണ്. കാലുകൊണ്ട് ആ തൃപ്പാദം കൊണ്ട് അവളുടെ കാലിൽ അങ്ങോട്ട് ചവിട്ടി തൃക്കൈ വിരലുകൾ കൊണ്ട് ആ താടിയിൽ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് ഉയർത്തി. അത്യത്ഭുതം തന്നെ. മുകുന്ദന്റെ സ്പർശനം മാത്രമാണ് അവളുടെ 3 വളവും അങ്ങോട്ട് തീർന്ന് സർവാംഗ സുന്ദരിയായി. അതെല്ലാവരും കണ്ട് അത്ഭുതം. എന്തൊരു അതേവരെ ഇങ്ങനെ എല്ലാവരും കൂനി കൂനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നായിരുന്ന അവളെ കണ്ടപ്പോ ഇപ്പോഴാണ് ശരിക്കും അവള് സുന്ദരിയായത്. ഭഗവാൻ അവളെ ആദ്യം തന്നെ വിളിച്ചത് സുന്ദരി എന്ന്. എല്ലാവരും അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഭഗവാൻ അതൊന്നും അറിയാത്ത മറ്റില് പിന്നെ യാത്ര തിരിഞ്ഞങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോഴേ ആ സുന്ദരി ഉണ്ടല്ലോ, ആ ഭഗവാന്റെ വേർപാട് അങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്രയും അങ്ങോട്ട് കണ്ട മാത്രയിലത്തെ തന്നെ അങ്ങനെ ഭഗവാനിലെ പ്രേമം വിവശയായി അവള്. എന്നിട്ട് ഭഗവാന്റെ ചുമലില് ഉണ്ടായിരുന്ന ആ ഉത്തരീയത്തില് പിടിച്ചു വലിച്ചുകൊണ്ട് ലജ്ജാനമ്രമുഖിയായി, വരൂ നമുക്ക് പോവാം നമ്മുടെ ഭവനത്തിലേക്ക്. അതായത് നമ്മുടേതായി അപ്പോഴേക്കും തന്റെ ഭവനത്തിലേക്കാണ് ക്ഷണിക്കുകയാണ്. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്ത് തന്നെ വരാട്ടോ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. വരാം, ഇപ്പോഴല്ല പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവള് തിരിഞ്ഞു നോക്കി അവള് നിന്നു. ഭഗവാൻ യാത്രയായപ്പോ ഇങ്ങനെ മധുരാരാജ വീതിയിൽ വെച്ചിട്ട് ഭഗവാൻ തന്റെ ആ നിഗ്രഹ അനുഗ്രഹ ശക്തി തികച്ചും വ്യക്തമാക്കി കാണിച്ചു കൊടുത്തു. പുണ്യമുള്ള ജനങ്ങളോ താമ്പൂല മാല്യാദികളൊക്കെ ഭക്തി ആദരങ്ങളോടുകൂടി ഭഗവാന് സമർപ്പിച്ചു. അവർക്കെല്ലാം ഭഗവാൻ സംസാര ദുഃഖ ശമനം വരുത്തി കൊടുക്കുകയും ചെയ്തു. മോക്ഷദാതാവായ ഭഗവാൻ മോഹിക്കാത്തവർക്ക് കൂടി മോക്ഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് സഞ്ചരിച്ച് ധനുർയാഗം നടക്കുന്ന ദിക്കിലെത്തി. ഭഗവാൻ ബലരാമനോടുകൂടി വില്ലിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു. കാവൽക്കാരുണ്ട് അവിടെ. പക്ഷെ കാവൽക്കാര് നോക്കി പെട്ടെന്ന് അങ്ങോട്ട് ഉള്ളിൽ കടന്നു. ഹായ്, വില്ല് തൊടരുത് എന്ന് അവര് പറയണതിന് മുമ്പ് വില്ലെടുത്തു. വളയ്ക്കരുത് എന്ന് പറയും മുമ്പ് വളച്ചു. പൊട്ടിക്കരുത് എന്ന് പറയും മുമ്പേ പൊട്ടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വില്ലിന്റെ ഒരു കഷ്ണം ബലരാമന്റെ കയ്യിൽ കൊടുത്തു. ഒരാൾ ഒന്ന് താനും പിടിച്ച് രണ്ടുപേരും കൂടി അവിടെയുള്ള ആ കംസഭൃത്യന്മാരെ എല്ലാം അടിച്ചു കൊന്നു. ആ വില്ലുകൊണ്ട് തന്നെ എല്ലാവരും. ജനങ്ങൾക്കൊക്കെ സന്തോഷമായി. പൗരന്മാരുടെ സ്തുതി ഘോഷങ്ങൾ കേട്ടുകൊണ്ട് അവിടെ നിന്നും മടങ്ങി ആ ഉപവനത്തിൽ തന്നെ എത്തി. അങ്ങനെ സമയം സൂര്യാസ്തമനത്തോടടുത്തു. അന്നത്തെ രാത്രി ആ ഉപവനത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. അമ്മ നല്ല സ്വാദുള്ള ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ എന്തൊരു സ്വാദല്ലേ ഏട്ടാ. അതുപോലെ എല്ലാവരും കഴിച്ചു. പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത് അവതാരം? ഇനി മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ, കൊട്ടാരത്തിൽ ചെന്നാൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നിങ്ങനെ ആലോചിക്കുകയാണ്. അവതാര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടും പിന്നെയോ ഗോപികമാര് പിരിഞ്ഞിട്ടുള്ള ദുഃഖം, രാധാദി ഗോപികമാരെ വിട്ടുപോകുന്നതിൽ അങ്ങനെ ദുഃഖിച്ചുകൊണ്ടും അന്നത്തെ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി. പാവം ആ അമ്മയെ പറ്റിയിട്ട് ഒന്നും പറയണില്ല. ആ അമ്മ ആണെങ്കിൽ 4 ദിവസം കഴിഞ്ഞോ വരും വിചാരിച്ച് നോക്കിയിരിക്കുക യശോദമ്മ. കംസനോ അന്ന് കാളരാത്രിയായിട്ട് അനുഭവപ്പെട്ടു. മരണസൂചകങ്ങളായ ദുർനിമിത്തങ്ങൾ പലതും കണ്ടു. പേടിച്ചു, ഭയപ്പെട്ടു വല്ലാതെ കംസൻ. സ്വപ്നത്തില് പ്രേതങ്ങൾ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുക, എണ്ണ തേച്ച് കഴുതപ്പുറത്തിരുന്ന് തെക്ക് ഭാഗത്തേക്ക് യാത്ര ചെയ്യണതായി സ്വപ്നം കാണുക, നിഴലില് സ്വന്തം ശിരസ് കാണുന്നില്ല എന്ന് തോന്നുക, വൃക്ഷങ്ങളുടെ ഇലകള് സ്വർണ്ണ നിറത്തിൽ കാണുക, ഇങ്ങനെ പലതും ദുർനിമിത്തങ്ങൾ മുഴുവനും മരണ സമയത്തുണ്ടാവുന്നതൊക്കെ അനുഭവപ്പെട്ടു എന്നാ പറയണത്. അങ്ങനെ ഉറങ്ങാതെ പ്രഭാതമായി. കംസഭൃത്യന്മാര് മല്ലരംഗം ഒക്കെ അലങ്കരിച്ച്
മല്ലയുദ്ധമാണെന്ന് രാമകൃഷ്ണന്മാര്. അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് തയ്യാറാക്കി മല്ലരംഗം. മല്ലയുദ്ധം കാണാനായിട്ട് കാഴ്ചക്കാര് സഭയിലങ്ങോട്ട് നിറഞ്ഞു. അപ്പോഴേക്കും മല്ലയുദ്ധത്തിന് അണിഞ്ഞൊരുങ്ങിയ മല്ലന്മാര് രംഗത്തിൽ വന്നു. മന്ത്രിമാരോടുകൂടി കംസൻ ഉയർന്ന മഞ്ചത്തിലാണ് വന്നിരുന്നു. അങ്ങനെ രാമകൃഷ്ണന്മാര് ആ മല്ലരംഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ദ്വിചത്വാരിംശോऽധ്യായ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കഥാമയും ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതേ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. അഥ വ്രജൻ രാജപഥേന മാധവ സ്ത്രിയം ഗൃഹീതാംഗവിലേപഭാജനാം വിലോക്യ കുബ്ജാം യുവതീം വരാനനാം പപ്രച്ഛയാന്തിം പ്രഹസൻ രസപ്രദ. അങ്ങനെ മാലാകാരനെ അനുഗ്രഹിച്ച ശേഷം രാജമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഭഗവാൻ ചന്ദനം മുതലായ കുറുക്കൂട്ടുകള് പാത്രത്തിലെടുത്തുകൊണ്ട് നേരിട്ട് വരുന്ന ഒരു കുബ്ജയെ കണ്ടു. അവളുടെ അവയവങ്ങൾക്കൊക്കെ നല്ല സൗന്ദര്യമുണ്ട്. പ്രായവും യൗവനം ആണ്. പക്ഷേ ശരീരത്തില് 3 വളവുണ്ട്. അപ്പൊ ഭഗവാൻ അവളെ കണ്ടപ്പോ ഒന്ന് ചിരിച്ചു. ഭഗവാന്റെ ഈ മന്ദഹാസം അങ്ങോട്ട് കണ്ടില്ലേ? അവളുടെ മനസ്സില് ആ ശൃംഗാരം, അത്രയും പ്രേമം തോന്നി കണ്ടപ്പോ തന്നെ ഭഗവാന്. കൂടെയുള്ളവര് അവളെ കണ്ടപ്പോ കളിയാക്കാനാ തോന്നിയത്. അവരെല്ലാവരും കളിയാക്കാൻ തുടങ്ങി. തന്റെ അത്ഭുതം ഭഗവാന് എന്ത് ചെയ്തു? ഭക്തന്മാർക്ക് എന്റെ വൈഭവം കാട്ടിക്കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ അവളെ അനുഗ്രഹിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അവളോട് ചോദിക്കുകയാണ് എന്നിട്ട്, ത്വം വരോർവേദദുഃഖാനുലേപനം കസ്യാംഗനേ വാ കഥയസ്വ സാധുന ദേഹ്യാവയോരംഗവിലേപമുത്തമം ശ്രേയസ്തദസ്തേ ന ചിരാൽ ഭവിഷ്യതി. ഭഗവാൻ ചോദിച്ചു, ഹേ സുന്ദരി, ഹേ വരോരു, ഹേ അങ്കനെ സുന്ദരി, നീ ആരാ? ഈ കുറുക്കൂട്ട ആർക്കാ കൊണ്ടുപോണത്? പരമാർത്ഥം പറയണം ഞങ്ങളോട്. ഉത്തമമായിരിക്കുന്ന ഈ അംഗരാഗം ഞങ്ങൾക്ക് തന്നോളൂ. ഞങ്ങൾക്ക് തന്നാൽ നിനക്ക് ഉടനെ തന്നെ നിനക്ക് ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഭഗവാൻ പറഞ്ഞത്. സദ്യ. ഇത് കേട്ടപ്പോ സൈരന്ധ്രിക്ക് സന്തോഷമായി. സുന്ദരീന്ന് അങ്ങോട്ട് വിളിച്ചില്ലേ? പിന്നെ ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ടിട്ട് ശരിക്കും ഭഗവാനിലെ അങ്ങോട്ട് മയങ്ങി. സൈരന്ധ്രി പറയാണ്, ദാസ്യസ്മഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാഹ്യനുലേപകർമ്മണി മൽഭാവിതം ഭോജപദേരതി പ്രിയം വിനായുവാം കോന്യതമസ്തദർഹതി. ഹേ സുന്ദര എന്ന് അങ്ങോട്ടും പറഞ്ഞു. എന്റെ പേര് ത്രിവക്ര എന്ന. കംസന് കുറുക്കൂട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഇഷ്ടദാസിയാണ് ഞാൻ. ഞാനുണ്ടാക്കുന്ന അംഗരാഗം കംസന് വളരെ ഇഷ്ടമാണ്. ഇത്ര യോഗ്യതയുള്ള ഈ കുറുക്കൂട്ട് തേക്കാൻ നിങ്ങളല്ലാതെ യോഗ്യന്മാരെ മറ്റാരാ? നിങ്ങൾ തന്നെയാണ് ഇതിന് യോഗ്യര് എന്ന് പറഞ്ഞിട്ട് വേഗം ചെന്ന് അണീക്കാണ്.
രൂപപേശലമാധുര്യ ഹസിതാലാപവീക്ഷിതേ ധർഷിതാത്മാദദോ സാന്ദ്രം ഉഭയോരനുലേപനം. ഭഗവാന്റെ ആ ദേഹ സൗന്ദര്യം, സുകുമാരത, രസികത്വം, പുഞ്ചിരി, സംഭാഷണ രീതി, ആ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങള്, ഇതൊക്കെ അങ്ങോട്ട് കണ്ടപ്പോ അവളുടെ മനസ്സിലെ മോഹം അങ്ങോട്ട്, പ്രേമം അങ്ങോട്ട് വർദ്ധിച്ചു. എന്നിട്ട് ആ സാന്ദ്രമായിരിക്കുന്ന കുറിക്കൂട്ട് ചെന്ന് രണ്ടുപേരെ അണിയിച്ചു. പൊക്കം ഇല്ലാത്ത കാരണം ഭഗവാന്മാര് രണ്ടുപേരും കുനിഞ്ഞ് നിന്നു കൊടുത്തു എന്നാ പറഞ്ഞത്. തതസ്തദാവങ്കരാഗേണ സുവർണേതര ശോഭിന സംപ്രാപ്ത പരഭാഗേന ശുശുപാദേ അനുരഞ്ജിതൗ. ആ കുറിയിടുന്ന ആ കുറിക്കൂട്ടിന്റെ നിറം ശരീരത്തിന്റെ നിറത്തിൽ നിന്ന് വേറെ നിറമായാൽ കുറെ അധികം ഭംഗിയുണ്ടാവും അല്ലെ. അപ്പൊ വെളുത്ത നിറമുള്ള ബലരാമന് നീല നിറത്തിലുള്ള കുറിക്കൂട്ട കൊടുത്തത് കുബ്ജ. കറുത്ത നിറമുള്ള കൃഷ്ണന് മഞ്ഞ നിറത്തിലുള്ള കുറിക്കൂട്ടുകൾ കൊടുത്തു. അപ്പൊ എന്താ, അവര് അതങ്ങോട്ട് കുറിയിട്ടപ്പോ നല്ല, രണ്ടുപേർക്കും നല്ല ചേർച്ച, കൂടുതൽ സൗന്ദര്യം ഉണ്ടായിരുന്ന പറഞ്ഞു. ബലരാമനും ശ്രീകൃഷ്ണനും പൂർവാധികമായിട്ട് പ്രകാശിച്ചു. പ്രസന്നോ ഭഗവാൻ കുബ്ജാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശനേ ഫലം. ആ കുറിക്കൂട്ട് കൊടുത്ത ആ രീതി, ആ ഭക്തിപൂർവ്വമാണ് രണ്ടുപേരെയും കുറിക്കൂട്ട് അണിയിച്ചത്. സന്തോഷായി ഭഗവാന്. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, അതിസുന്ദരമായ മുഖമാണ് അവളുടെ, അതിസുന്ദരമായ മുഖത്തോടു കൂടി ഇവൾക്ക് ദേഹത്തിലുള്ള ഈ 3 വളവ് അത് ശരിയല്ല, അതൊന്ന് തീർത്തു കൊടുക്കണം. തന്നെ കാണുന്ന ഭക്തന്മാർക്കുണ്ടാകുന്ന ആ ഫലത്തെ ലോകത്തിലെ സ്പഷ്ടമായിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പൊ തന്നെ ആ ഫലം കിട്ടിയെന്ന്, അതിനൊരു മാർഗമായിട്ട് അവളുടെ ദേഹത്തിലുള്ള ആ വളവ് തീർക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു. നമ്മുടെയൊക്കെ, അവളുടെ ശരീരത്തിനാണ് വളവ് അല്ലെ, വക്രത. നമ്മുടെയൊക്കെ മനസ്സിലാ അല്ലെ. അതാണ് ഭക്തിപൂർവം കാണുന്നവരുടെ വക്രഭാവത്തെ തീർത്ത് അനുഗ്രഹിക്കുന്ന കാരുണ്യവാനാണ് ഭഗവാൻ എന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഭഗവാൻ ആ കുബ്ജയുടെ വളവ് തീർത്ത് സുന്ദരിയാക്കണു. അതാണ് അടുത്ത ശ്ലോകങ്ങളില്. അത് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.